ടി.ഐ. മധുസൂദനന്റെ നിഴൽ ചിത്രമൊരുക്കി പ്രശസ്ത കലാകാരനും ശില്പിയുമായ ഉണ്ണിക്കാനായി. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. പയ്യന്നൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി ടി.ഐ. മധുസൂദനന്റെ നിഴൽ ചിത്രമൊരുക്കി പ്രശസ്ത കലാകാരനും ശില്പിയുമായ ഉണ്ണിക്കാനായി. പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഗാന്ധി പാർക്കിൽ ചിത്ര പ്രദർശനം. MLAയും സ്ഥാനാർത്ഥിയുമായ ടി.ഐ. മധുസൂദനന്റെ ചിത്രം 10 അടി വീതിയിലും നീളത്തിലുമാണ് ടെൻസിൽ ആർട്ട് ചിത്രമായി ഒരുക്കിയത്. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ചുവപ്പ് പ്രതലത്തിൽ കറുത്ത നിറം ഉപയോഗിച്ചാണ് നിഴൽ ചിത്രം ഒരുക്കിയത്. പയ്യന്നൂരിലെ ചിത്രകാരന്മാരായ 25ഓളം പേർ ചേർന്ന് 25 ഭാഗങ്ങളായി വരച്ച ചിത്രം പിന്നീട് കൂട്ടിയോജിപ്പിച്ചാണ് 10 അടി ഉയരമുള്ള മനോഹരമായ ചിത്രമാക്കിയത്. ടി.ഐ. മധുസൂദനന്റെ ചിരിക്കുന്ന മുഖം രൂപപ്പെടുത്തിയത് ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുത്ത ചിത്രകാരന്മാരാണ്. വിനോദ് പയ്യന്നൂർ, ആനന്ദ് VP, അരവിന്ദ് VP, തങ്കരാജ് കുഴുമ്മൽ, പ്രമോദ് അടുത്തില, അഭിജിത്ത് TK, അർജുൻ കാനായി, യദുരാഗ് യേഗ്, വിനേഷ് കൊയക്കിൽ, ഷൈജു കൃഷ്ണ, രാജേഷ് പുയിൽ, ലീജ ദിനൂപ്, സതീഷ് പുളുക്കൂൽ, റെനീഷ് പുറക്കുന്ന്, അരുൺകുമാർ CN, അനിൽ കാനായി, രമ്യ സതീഷ്, ചിന്മയ് ദിനൂപ് എന്നിവർ ചേർന്ന് 2 മണിക്കൂർ കൊണ്ടാണ് മനോഹരമായ ചിത്രം പൂർത്തിയാക്കിയത്. തുടർന്ന് ഗാന്ധി പാർക്കിൽ ചിത്രം പ്രദർശിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കേരളം നമ്മുടെ അഭിമാനം എന്ന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള പ്രദർശനത്തെ തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സാംസ്കാരിക പരിപാടി നോവലിസ്റ്റ് വിനോദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സിനിമാ താരം കുഞ്ഞികൃഷ്ണ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മനോജ് കാന, MK മനോഹരൻ, സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ, KV പ്രശാന്ത് കുമാർ, മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ്, സതീശൻ പുത്തൂർ, ഷിജിത് കണ്ടോത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സന്തോഷ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് ലിജു ദിനൂപിന്റെയും ശ്രുതി ചന്ദ്രന്റെയും നൃത്തവും അരവിന്ദന്റെ ജാസ് മ്യൂസിക് പരിപാടിയും അരങ്ങേറി. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സാംസ്കാരിക കലാജാഥ കലായാനം സാംസ്കാരിക പരിപാടിയും അവതരിപ്പിച്ചു. തുടർന്ന് LDF സ്ഥാനാർത്ഥി ടി.ഐ. മധുസൂദനൻ ഗാന്ധി പാർക്കിലെത്തി ചിത്രകാരന്മാർ ഒരുക്കിയ ചിത്രം ആസ്വദിച്ചു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.